പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. വർണ്ണവസ്ത്രങ്ങൾക്കും വെള്ളവസ്ത്രങ്ങൾക്കും ലോകത്തിലെ നമ്പർ 1 ലിക്വിഡ് സ്റ്റിഫ്നർ അലൈവ് ലിക്വിഡ് സ്റ്റിഫ്നർ. നമസ്കാരം. അലൈവ് നമ്മുടെ നല്ല നാടിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഓരോ എപ്പിസോഡിലും കാഴ്ചകൾ മാറുന്നു, കേൾവികൾ മാറുന്നു, സ്ഥലങ്ങൾ മാറുന്നു, നിങ്ങൾ കാണുന്ന പരിപാടിയുടെ അവസ്ഥകൾ മാറുന്നു. ഇതാണ് നമ്മുടെ നല്ല നാടിനെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്. ഇന്ന് നമ്മുടെ നല്ല നാട്ടിൽ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് വളരെ വ്യത്യസ്തമായ, പക്ഷേ നമ്മുടെ നാട്ടിൽ വളരെ ജനകീയമായ ഒരു ശബ്ദത്തിന് അതിനെ സംഗീതവൽക്കരിച്ച ഒരാളെയാണ്. ശ്രീ അനിൽ ജേക്കബ്. എന്താണ് അനിൽ ജേക്കബ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവുന്നത്? അനിൽ ജേക്കബ് ഒരു MBA-കാരനാണ്. അത് വ്യത്യസ്തമായ ഒരു കാര്യം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ MBA-കാരുണ്ട്. അനിൽ ഒരു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റും അതിന്റെ അടുത്ത ഗ്രേഡും കഴിഞ്ഞ ആളാണ്. അതും നമ്മുടെ നാട്ടിൽ പുതുമയല്ല. ഇപ്പൊ ചെറിയ കുട്ടികൾ വരെ അങ്ങനെയുള്ള ഒത്തിരി ആളുകളുണ്ട്. ഇതിനൊക്കെ പുറമെ അനിലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ചൂളംവിളി എന്ന് പറയുമ്പോൾ ചൂളംവിളികൾക്ക് പലതരം ചൂളംവിളി ഉണ്ടല്ലേ. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് നമ്മൾ ചൂളംവിളി എന്നാ പറയുക. നമ്മുടെ കാറ്റ് ചൂളമടിച്ച് കറങ്ങി നടക്കും കാറ്റ് എന്ന് പറഞ്ഞാൽ കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും ഇതാണ്. പിന്നെ നമ്മുടെ നാട്ടിലിപ്പോ പണ്ട് മുതൽ ഈ പൂവാലന്മാരുടെ ഏറ്റവും വലിയ ഒരു വിനോദവും ഒരു ഇതായിരുന്നു അല്ലേ, അങ്ങനെ ഒരു വിളി. ഇത് പണ്ട് ഈ കമന്റ് അടിക്കുന്നതിന് തൊട്ട് മുമ്പ് പെണ്ണുങ്ങളെ ശ്രദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മതിലിനൊക്കെ കയറിയിരുന്ന പല സിനിമകളിലും നമ്മൾ കാണാം അങ്ങനെ വിളിക്കുന്ന പൂവാലന്മാർ. പക്ഷെ ഇതൊന്നുമല്ല അനിലിന്റെ ചോളംവിളി. നമ്മുടെ ഇതിനെ ടെക്നിക്കലി ഇവർ പറയുന്ന ഒരു പേര്, ഇവർ ഈ അനിലിന്റെ ചോളം വിളിക്കുമെന്ന് പറഞ്ഞാൽ വിസിലേഴ്സ് അസോസിയേഷൻ ഉണ്ട്. അപ്പൊ അനിലിന് സ്വാഗതം. അനിലെ നമ്മുടെ നല്ല നാടിന്റെ ഈ എപ്പിസോഡിലേക്ക് ഈ ഒരു വ്യത്യസ്തമായ കലാപരിപാടിയുമായിട്ടെത്തിയ അനിലിനെ സ്വാഗതം ചെയ്യുകയാണ്. അനില് കൂത്താട്ടുകുളംകാരനാണ്. കൂത്താട്ടുകുളം ടൗണിൽ തന്നെയാണ് താമസം. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 40 വയസ്സ്. നിങ്ങളോട് ചോദിക്കാൻ, പെണ്ണുങ്ങളോടാകുമ്പോൾ ചോദിക്കാൻ പഠിക്കണം. അപ്പോ അനില് ഈ ചോളംവിളി തുടങ്ങിയത് ഞാൻ പറഞ്ഞ ഇതാണോ, അതിലാണോ തുടങ്ങി വെച്ചത്? ആദ്യം പറഞ്ഞ കാറ്റഗറിയിലുള്ള ചൂളംവിളിക്കാരനല്ല ഞാൻ. ആ ഒരു കാറ്റഗറിയിൽ ഞാൻ പെടില്ല. എന്നാൽ പോലും ചൂളംവിളി എന്ന ഒരു കലയെ പ്രൊഫഷണലായിട്ട് സമീപിക്കുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ശരിക്കും പറഞ്ഞ കോളേജ് തലത്തിൽ മുതൽ ഇങ്ങനെ ചൂളംവിളി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പാട്ടൊക്കെ കേൾക്കുമ്പോൾ ചെറുതായിട്ട് വോക്കലായിട്ട് പാടാനുള്ള അത്ര കഴിവ് പോലത്തുണ്ട്. എന്നാൽ പിന്നെ ചൂളം അടിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചൂളം അടിച്ച് ആ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു താളബോധമുണ്ട് എന്ന് മനസ്സിലായി. കൂടാതെ ഞാൻ തബല പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തബലയിൽ എനിക്ക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഒരു താളത്തിന്റെ ബോധം മനസ്സിലുള്ളതുകൊണ്ട് ഈ ചൂളംവിളിയുടെ ഒരു സെൻസ് കിട്ടിയതുകൊണ്ട് അത് അങ്ങനെ ആ ഒരു രീതിയിൽ മുമ്പോട്ട് പോയിരുന്നു. ഓക്കെ. അപ്പൊ ഈ അങ്ങനെ ചൂളം വിളിച്ചു തുടങ്ങി, ചൂളംവിളി പാട്ടുകൾ ചൂളംവിളിയിലൂടെ അവതരിപ്പിച്ചു തുടങ്ങി. മനസ്സിൽ സംഗീതം ഉള്ളതുകൊണ്ട് അതിനെ അത്രൂടെ ശുദ്ധമായിട്ടും അവതരിപ്പിക്കാൻ സാധിച്ചു. അപ്പോ ചൂളം വിളിച്ച് നടക്കുമ്പോൾ വളരെ പ്രശ്നമായ ഒരു കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ചൂളം വിളിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ പണ്ട് ഈ വീട്ടിലൊക്കെ എന്താണെങ്കിലും സന്ധിക്കെങ്ങാൻ ചൂളം വിളിച്ചിട്ടുണ്ടെങ്കിൽ എടാ പാമ്പ് കയറി വരും. അന്ന് കാരണവന്മാരുടെ അല്ലെങ്കിൽ അന്നത്തെ പഴയ തലമുറയുടെ ഒരു ബോധമില്ലായ്ക എന്ന് വേണം പറയാം. പാമ്പിന് ചെവിയില്ലാത്ത പാമ്പ് എങ്ങനെ ചൂളം വിളി അടിച്ച് കയറി വരും. പിന്നെ ഇതുപോലെ തന്നെ ചൂളം അടിച്ച് നടക്കുന്ന ഒരു അലസരായ ആൾക്കാർ ഇങ്ങനെ ചൂളം അടിച്ച് നടക്കുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷെ അതിനൊരു കലാരൂപമായിട്ടും നമ്മുടെ ഇപ്പോ എന്തിനേയും കലയായിട്ട് അംഗീകരിക്കുന്ന ഒരു നാടാണ് കേരളം. അപ്പോ അതിപ്പം കേരളം എന്നല്ല, നല്ല വ്യത്യസ്തയോടുകൂടിയുള്ള എല്ലാ ആളുകൾക്കും ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അനിലിനെ ഇന്നിപ്പോ ഈ സ്റ്റുഡിയോയിലേക്ക് ഞങ്ങൾ വിളിച്ചു വരുന്നത്. വർത്തമാനം പറച്ചിലല്ല, ഞങ്ങൾ അനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ചൂളംവിളി തന്നെ അന്ന് കേൾക്കണം. ചൂളംവിളിയെന്നും ചൂളംവിളിയെന്നും ഒക്കെ പറയാം. ചൂളംവിളി എന്നുള്ളതാണ് മലയാളത്തിലെ കറക്റ്റായ വാക്ക് അല്ലെ. അപ്പോ നമുക്കൊരു നല്ല ഒരു ചൂളംവിളി സംഗീതത്തിന്റെ എന്താണ് ചൂളംവിളി സംഗീതത്തിലെ അനിൽ ടച്ച് നോക്കാം. അപ്പൊ
അപ്പം ഈ സംഗീതത്തെ അഗാധമായിട്ട് സ്നേഹിക്കാത്ത ആർക്കും, അല്ലെങ്കിൽ സംഗീതം അറിയാത്ത ഒരാൾക്കും ഒരു ഏത് വാദ്യത്തിന്റെ മാധ്യമം കൊണ്ടാണെങ്കിലും അവതരിപ്പിക്കാൻ സാധിക്കില്ല. അപ്പൊ അത് ഉദ്ദേശിക്കുന്ന നമ്മുടെ ഒരു സുഷിരവാദ്യം എന്നിതിനെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇപ്പൊ ഫ്ലൂട്ട് പോലെ അങ്ങനെ സുഷിരവാദ്യം തന്നെയാണ്. പക്ഷെ ഇതിന് ഒരു സുഷിരം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. നിയന്ത്രണം മുഴുവൻ സ്വന്തം വായിക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടുകളിലും മാത്രം ഒതുക്കി നിർത്തുന്നതാണ്. അപ്പോ വളരെ വർഷക്കാലമായിട്ട് മലയാള സിനിമ കാത്തിരുന്ന 2 ശബ്ദങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരു സിനിമയായിരുന്നു, ഒരു പാട്ടായിരുന്നു ഓലഞ്ഞാലിക്കുരുവി എന്ന പാട്ടല്ലേ. ആ പാട്ടിന്റെ പ്രത്യേകത ജയേന്ദ്രൻ മാഷിന്റെ ആ പഴയകാല ശബ്ദം, പാണി ജയറാമിന്റെ ആ പഴയകാല ശബ്ദം, അത് രണ്ടും കൂടെ ചേർന്നപ്പോൾ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഒരു പഴമയിലേക്ക് കൊണ്ടുപോയി. അത് നമുക്ക് പരിചിതമായ ശബ്ദം, ഇത് നമുക്ക് പരിചിതമല്ലാത്ത ഒരു ശബ്ദത്തിലൂടെ അതൊന്ന് കേൾക്കാം. ഇപ്പോ ഇവിടെ അനിൽ ഉപയോഗിക്കുന്നത് ശരിക്കും ഇതിന്റെ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞാൽ കരോക്കെയാണ് ഉപയോഗിക്കുന്നത്. കരോക്കെ സംഗീതം കൊണ്ടാണ് പിന്നണിയായിട്ട് പ്രവർത്തിക്കുന്ന കരോക്കെയാണ്. അപ്പോൾ ആ കരോക്കെ സംഗീതത്തിന് അകമ്പടിയായിട്ട് അനിലിന്റെ ഓലഞ്ഞാലിക്കുരുവി. ചൂളമടിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പറയേണ്ട ഒരു കാര്യമുണ്ട്. ചൂളമടിയിൽ ശരിക്കും അതിരഥന്മാരുണ്ട്. ചൂളമടിച്ച് കച്ചേരി പാടുന്ന ആൾക്കാർ വരെയുണ്ട്. എൻ്റെ ഒരു വലിയ ശ്രമമായിരിക്കാം സിനിമാ പാട്ടുകൾ കരോക്കയിൽ പാടുന്നു എന്നുള്ളത്. അപ്പോൾ അത് പക്ഷെ അല്ല ഞങ്ങളുടെ നാട്ടുകാരനാണ്. ദൃശ്യ എന്റർടൈൻമെന്റിന്റെ പരിധിയിൽപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ ഇവിടെ കഴിവായിട്ടുള്ളപ്പം വേറെ എവിടെ ഇങ്ങനെയുള്ള കലാരൂപം അവതരിപ്പിക്കാൻ അവതരിപ്പിക്കുന്നു. നല്ല ഗംഭീരായി. ഇത് ഈയിടെ പുതിയേറ്റം ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ച പാട്ടായിരിക്കും അല്ലേ? ലേറ്റസ്റ്റ് ആയിട്ട് ഓരോ പുതിയ പാട്ടുകൾ ഇറങ്ങുമ്പോഴും അതിനനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ഇത് മാറിക്കൊണ്ടു. ഓക്കെ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്തോണ്ടെന്ന് ചെറുപ്പത്തിലെ മുതൽ പ്രാക്ടീസ് ചെയ്യുന്നു പറഞ്ഞു അല്ലേ? ഇതിനിടയ്ക്ക് കരാട്ടെ പഠിക്കാൻ എവിടെയാണ്? കരാട്ടെ പഠിക്കുന്നത് ഞാൻ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് ശരീരം സൂക്ഷിക്കേണ്ട ഒരു അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്
കോളേജ് പ്രീ ഡിഗ്രി സമയത്ത് പഠിച്ചു. പ്രീ ഡിഗ്രി ആയിരുന്നു. പ്രീ ഡിഗ്രി സമയം മുതൽ പ്രാക്ടീസ്. എത്ര വർഷം കൊണ്ട് ബ്ലാക്ക് ബെൽറ്റ് എടുത്തു? ബ്ലാക്ക് ബെൽറ്റ് എടുത്തത് എനിക്ക് തോന്നുന്നു ഞാനൊരു 8 വർഷം എടുത്തിട്ടുണ്ടാവും. 8 വർഷം കൊണ്ട് ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. ഇപ്പൊ അത് പകർന്നു കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലൊക്കെ? ഉണ്ട്. ഞാൻ ചില സമയം കിട്ടുമ്പോൾ ഞങ്ങളുടെ ഡോജയുണ്ട്, ഞങ്ങളുടെ കൂത്തരോടത്തുണ്ട്, അവിടെ ക്ലാസ് എടുക്കാറുണ്ട്. പിന്നെ ചില സ്കൂളുകളിൽ ഈ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയും കൂടാതെ ആരെങ്കിലും പഠിപ്പിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മൾ സംഭവം കുറച്ചും കൂടെ ഷാർപ്പ് ആവുന്നത്. ഈ ക്ലാസിക്കലായിട്ട് സംഗീതം പഠിച്ചിട്ടുണ്ടോ? ക്ലാസിക്കലായിട്ട് സംഗീതം പഠിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല ഇനി. വോക്കലൊന്നും പഠിച്ചിട്ടില്ല. ക്ലാസിക്കലായിട്ട് പഠിച്ചത് തബലയാണ്. തബല. തബലയ്ക്ക് ചെറുപ്പത്തിലെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. തബലയ്ക്ക് ഞാൻ സ്കൂൾ ലെവലിൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അതിന്റെ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ തബലയ്ക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി അതർ ആക്ടിവിറ്റീസ് വേറെന്താ ഉള്ളത്? ഇതല്ലാതെ അതർ ആക്ടിവിറ്റീസ് എന്ന് പറയാനായിട്ട് ഈ പറയുന്ന സംഗീതം കേൾക്കുക, പിന്നെ സംഗീതം നന്നായിട്ട് പാടുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ഡബ്ബിങ്. അതെ, ഡബ്ബിങ് ചെയ്യാറുണ്ട്. ഞാൻ കൊച്ചി FM-ന്റെ ഒരു കാഷ്വൽ അനൗൺസർ ആയിരുന്നു. കാഷ്വൽ അനൗൺസേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ പാനലായിട്ടാണ്. ഒരു പാനൽ അടുത്ത പാനൽ, അങ്ങനെ 2-3 കൺസിക്യൂട്ടീവ് പാനലിൽ ഉൾപ്പെട്ട ഒരാളാണ് ഞാൻ. അതിനകത്ത് ലൈവിലുണ്ടായിരുന്നു, പ്രൊഡക്ഷനിലുണ്ടായിരുന്നു, ലൈവ് വോയിസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ കൊച്ചിയിൽ കാക്കനാടായിരുന്നു. ആ സമയത്ത് നമ്മൾ കാക്കനാട് ഈ പ്രോഗ്രാം ചെയ്തിട്ട് തിരിച്ച് ഞാൻ ഇടയാർ വഴി തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെയ്ത വയലും വീടും പ്രോഗ്രാം കേൾക്കാൻ പറ്റും. ഭയങ്കര രസമായിരുന്നു. നമ്മൾ ചെയ്ത സംഭവം നമ്മൾ വരുന്ന വഴിക്കാൻ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു അത് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ ഓരോ ശബ്ദത്തിന്റെ നമ്മളുടെ കഴിവിനെ ഏറ്റവും കൂടുതൽ നമുക്ക് തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ചെറുപ്പം മുതലേ എല്ലാവരുടെയും ഒരു ഗൃഹാതുരത്വം തുറമ്പുന്ന ഒരു ഇതാണ് റേഡിയോ എന്ന് പറഞ്ഞാൽ. അതും കൊച്ചി അല്ലെങ്കിൽ നമ്മുടെ ആകാശവാണി. ആദ്യം തുടങ്ങിയത് കൊച്ചിയാണല്ലോ. കൊച്ചി FM മാത്രമല്ല, ആകാശവാണി എന്ന് പറഞ്ഞ ആ ഒരു മാധ്യമം. ആകാശവാണിയാണ് റേഡിയോയിലെ രാജാവ്. അല്ലെങ്കിൽ റേഡിയോയുടെ എല്ലാ കാലഘട്ടത്തിലും എന്നും ജനങ്ങൾക്കും സംഗീതമാണെങ്കിലും വാർത്തകളാണെങ്കിലും എല്ലാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇത് ഒരു പുതിയ പാട്ടാണ്. നമുക്കൊരു പഴയകാല ഒരു പാട്ട് കൂടെ കേട്ടാലോ? നമ്മുടെ കമലഹാസൻ നായകനായിട്ടുള്ള ഒരു മൂന്നാം പിറ അതിലെ ഒരു പാട്ടാണ് കണ്ണേക്കലമായ എവർഗ്രീൻ സോങ്. വളരെ എവർഗ്രീൻ ആണ്. ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവും. കമലഹാസൻ നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ്. ശ്രീദേവി ആയിരുന്നു നായിക. ശ്രീദേവി നായിക എന്നിട്ട് കമലഹാസന് അതില് നാഷണൽ അവാർഡ് കിട്ടിയതിന് ശ്രീദേവിക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു പരാതിയോടുകൂടി ശ്രീദേവി ഒരു 6 മാസം കമലഹാസനോടൊപ്പം അഭിനയിക്കാതൊക്കെ ഇരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്രമുള്ള പാട്ടാണ്. നല്ലൊരു സിനിമയായിരുന്നു, നല്ല പാട്ടായിരുന്നു, നല്ലൊരു അഭിനയമായിരുന്നു. നമുക്ക് പക്ഷേ പാട്ടാസ്വദിക്കാം.
താരാട്ടുപാട്ടിന്റെ സംഗീതമാണിത്. താരാട്ടുപാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താരാട്ട് പാടുന്നത് ശ്രീദേവി എന്ന കഥാപാത്രം അതിൽ ഒരു ചെറുപ്പക്കാരിയുടെ ഒരു 6 വയസ്സിലേക്ക് ഒരു അപകടത്തിൽപ്പെട്ട് പോകുമ്പോൾ അവളെ ഒരു കൊച്ചുകുട്ടിയായിട്ട് കണ്ടുകൊണ്ട് പരിപാലിക്കുന്ന ഒരു കാമുക ഹൃദയമുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് ചേരുന്ന വളരെ ടച്ചിങ് ആയിട്ട് സ്റ്റോറി ആയിരുന്നു. അപ്പൊ അത് ആ സിനിമയിലെ ഈ പാട്ട് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. ഇനി എനിക്കറിയേണ്ടതും ഈ വിസ്ലേഴ്സ് അസോസിയേഷൻ ഉണ്ടല്ലോ, നമ്മൾ ഓൾ കേരള ഉണ്ട്, ഓൾ ഇന്ത്യ ഉണ്ട്, അതല്ലേ? ഓൾ ഇന്ത്യ ഉണ്ട്. അതിനകത്ത് കച്ചേരി നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. കച്ചേരി നടത്തുന്ന ചെറുക്കാളര് കേരളത്തിൽ തന്നെ ഉണ്ട്. ആരാണ് നിങ്ങളുടെ അതിനകത്ത് ഏറ്റവും പ്രാഗൽഭ്യമുള്ള ആള്? അങ്ങനെ ഇപ്പോൾ ഒരാൾ ചൂണ്ടി പറയുന്നത് ശരിയല്ല. ഒത്തിരി ആൾക്കാർ ഇപ്പോൾ തൃശ്ശൂർ ബേസ് ചെയ്തിട്ട് കുറച്ച് പേരുടെ അവിടെ കുറച്ച് പേരുടെ കൂട്ടായ്മ ഉണ്ട്. ഇപ്പോൾ എറണാകുളത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു കുറച്ച് പേര് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന വിരലിലുണ്ടാവുന്ന ആൾക്കാരേ ഉള്ളൂ. അത് എറണാകുളത്തുണ്ട്. ഇതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് അല്ലാത്തതുകൊണ്ട് പല ആൾക്കാരും ഇതുപോലെ കഴിവുള്ള വിസിൽ ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ടെങ്കിൽ തന്നെ അവർ ഈ ഒരുപക്ഷെ സ്റ്റേജ് ഷോയിലേക്കോ അല്ലെങ്കിൽ മുഖ്യധാരയിലേക്കോ വരാൻ മടിച്ചിരിക്കുന്നവരുണ്ട്. പിന്നെ ബോംബെ ബേസ്ഡാണ് ഈ ഇന്ത്യൻ വിസിലേഴ്സ് അസോസിയേഷൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ബോംബെയാണ്. അവിടെ ഞങ്ങളിവിടെ കേരളത്തിൽ കുറച്ച് ആൾക്കാർ അതിനെ ആക്റ്റീവായിട്ട് ഞങ്ങളൊരു പ്രതീക്ഷിക്കുന്നത് കോമൺ ആയിട്ട് എല്ലാവരും കൂടി നിന്നിട്ട് ഒരു പെർഫോമൻസ്. ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ ഇങ്ങനെ ഒരു ഇന്ത്യൻ വിസിലേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഒരു പാട്ട് ഉണ്ടായിരുന്നു. ഒരു സ്റ്റേജിൽ എല്ലാവരും അപ്പോൾ ഭയങ്കര നല്ലതായിരുന്നു. ഒത്തിരി അഭിനന്ദനങ്ങളൊക്കെ കിട്ടിയ ഒരു പരിപാടിയായിരുന്നു. അതുപോലെ നമുക്കിവിടെ കേരളത്തിൽ ഒന്ന് സംഘടിപ്പിക്കാൻ നിങ്ങൾക്കുള്ള ആഗ്രഹം എത്ര എളുപ്പം നടക്കട്ടെ. അപ്പം നമുക്ക് ഒരു പാട്ട് പാടി. ഇപ്പൊ ഇനി ഏതാ ഇതിന്ന് മാറിയിട്ടൊരു പാട്ട് കേൾക്കാൻ? ഇപ്പൊ നമ്മൾ 2 കാലഘട്ടത്തിൽ പോയി. ലേറ്റസ്റ്റും പോയി, എവർഗ്രീനും പോയി. എനിക്ക് തോന്നുന്നു ഇപ്പം എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മുടെ ഉണ്ണിമുകുന്ദന്റെ മല്ലു സിംഗിൽ ഒരു വളരെ നല്ലൊരു പാട്ടുണ്ടായിരുന്നു, ചംശം എന്ന് പറഞ്ഞിട്ട്. ഒരു എന്താ പറയുക, ഒരു പാർട്ടി സോങ് എന്നൊക്കെ പറയുന്നതായിരിക്കും. വളരെ ആഘോഷപരമായിട്ടിരുന്നു. അത് പാടുമ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു ഉത്സാഹമൊക്കെ തോന്നുന്നു. അതൊന്ന് ശ്രമിച്ചു നോക്കും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വർണ്ണവസ്ത്രങ്ങൾക്കും വെള്ളവസ്ത്രങ്ങൾക്കും ലോകത്തിലെ നമ്പർ 1 ലിക്വിഡ് ഷെഫ്നർ അലൈവ് ലിക്വിഡ് ഷെഫ്നർ.
സാധാരണ മെലഡീസ് മാത്രമല്ല, നല്ല നാടൻ സാധനങ്ങളൊക്കെ ഇതെല്ലാം വീഴും അല്ലേ? അപ്പം വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് പേരൻസ് ഉണ്ട്, ഭാര്യ, 2 മക്കൾ. മക്കൾക്ക് എന്ത് പ്രായം? ഒരാൾ 3ൽ പഠിക്കുന്നു, ഒരാൾ UKG. ഭാര്യ വർക്കിംഗ് ആണോ? ഭാര്യ ഇല്ല, ഹൗസ് വൈഫ്. അപ്പൊ ഈ ചുളംവിളിയിൽ മയങ്ങിപ്പോയതാണോ അതോ ആലോചിച്ച് അത് കഴിഞ്ഞ് ചുളം വിളിച്ചു? അല്ല, ചുളംവിളി ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഉണ്ടെന്ന് അറിയിച്ചത്. അത് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പൊ ചുളംവിളിയും ഒക്കെ ആയിട്ട് കുടുംബം ഇങ്ങനെ ഭംഗിയായിട്ട് പോകും. എന്താ വർക്ക് ചെയ്യുന്നത് എവിടെയാ? ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്മെന്റ് എറണാകുളം ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ. അപ്പം ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ്. കലയെ സ്നേഹിക്കുന്നു, വെബിനെ സ്നേഹിക്കുന്നു, കായിക കാര്യമായ കരാട്ടെ സ്നേഹിക്കുന്നു, പിന്നെ എല്ലാം കൂടെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാത്തിനും സ്നേഹിക്കുന്നു. എല്ലാത്തിനും നല്ല ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ലൈവായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന യാത്രകളെ ഒരുപാട് സ്നേഹിക്കുന്നു. യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. യാത്രകളുണ്ട്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ അങ്ങനെ സംഗീതത്തെയും കലയും ഇങ്ങനെ ബിസിനസ്സിനെയും സോഫ്റ്റ്വെയർ അല്ല നമ്മുടെ ആധുനിക നമ്മുടെ ഏറ്റവും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഏറ്റവും കൂടിയ ഒരു ജോലിയാണ്. അപ്പൊ എല്ലാം വളരെ ഭംഗിയായിട്ട് പോട്ടെ. അക്കൂട്ടത്തിൽ ഈ കലാരൂപവും അനിലിനൊപ്പം വളരട്ടെ. നമ്മുടെ നല്ല നാടിന്റെ ഈ എപ്പിസോഡിൽ ഞങ്ങളുടെ അതിഥിയായെത്തിയ സന്തോഷം. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിൽ ഈ നല്ല നാടിനോടുള്ള അഗേതവുമായിട്ടൊരു നന്ദി ഞാൻ പ്രകാശിക്കുകയാണ്. അപ്പൊ ഈ വ്യത്യസ്തനായ മനുഷ്യനിൽ നിന്ന് ഈ എപ്പിസോഡ് ഇവിടെ പിൻവാങ്ങുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാഴ്ചയുമായിട്ട് അറിയാമല്ലോ, നമ്മുടെ നല്ല നാടിൽ നിന്നും കാഴ്ചകൾ വേറിട്ടതായിരിക്കും, വ്യക്തികൾ വേറിട്ടുള്ളവരായിരിക്കും, പ്രശസ്തരാവാം. അപ്പോൾ കാത്തിരിക്കുക നല്ല ഒരു എപ്പിസോഡിനായി. നന്ദി, നമസ്കാരം. Powered by Be alive with Alive. വർണ്ണവസ്ത്രങ്ങൾക്കും വെള്ളവസ്ത്രങ്ങൾക്കും ലോകത്തിലെ നമ്പർ 1 ലിക്വിഡ് സ്റ്റിഫ്നർ അലൈവ് ലിക്വിഡ് സ്റ്റിഫ്നർ.